കോട്ടയം ഗാന്ധിനഗർ നഴ്സിംഗ് കോളേജ് റാഗിംഗ് കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കോട്ടയം ജില്ലാ സെഷൻസ് കോടതിയാണ് ഹർജി തള്ളിയത്. നേരത്തെ ഏറ്റുമാനൂർ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ജോസി ബാബു വിശദാംശങ്ങൾ നൽകും. ജോസി, അതിക്രൂരമായ റാഗിംഗ് വിവരങ്ങളും ദൃശ്യങ്ങളുമായിരുന്നു ഈ ഗാന്ധിനഗർ കോളേജിൽ നിന്നും പുറത്തു വന്നിരുന്നത്. ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്? സൈഫുദ്ദീൻ ഗൗരവ തരത്തിലുള്ള കുറ്റകൃത്യമാണ് ഇവർ നടത്തിയതെന്നാണ് കോടതി നിരീക്ഷിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. എന്തായാലും 5 പ്രതികളാണ് ഈ കേസിലുള്ളത്. അവർ 5 പേരുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. നേരത്തെ ഏറ്റുമാനൂർ കോടതിയും കേസിൽ പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. പ്രധാനമായും ഈ ഗൗരവ തരത്തിലുള്ള കുറ്റകൃത്യങ്ങളാണ് പ്രതികൾ നടത്തിയത്. അതോടൊപ്പം തന്നെ പ്രതികൾ ഈ വീഡിയോ ദൃശ്യമടക്കം പ്രചരിപ്പിച്ചു. അത്തരത്തിൽ അവരുടെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ പ്രതികൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ വ്യാപ്തി വ്യക്തമാണ്. അതോടൊപ്പം തന്നെ അന്വേഷണം ഇപ്പോൾ പ്രാഥമിക ഘട്ടത്തിലാണ്. ഇനി അന്വേഷണം പൂർത്തിയാക്കേണ്ടതുണ്ട്. കൂടാതെ ഈ കുറ്റകൃത്യത്തിൽ അവർ ഉപയോഗിച്ച ഡംബൽ അടക്കമുള്ള പല വസ്തുക്കളും അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തേണ്ടതുണ്ട്. ഇക്കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് പ്രതികൾക്ക് കോട്ടയം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചത്. ശരി ജോസി.